ചാലക്കുടിയിലെ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാനെതിരെ കിഴക്കമ്പലത്ത് 2020 മുന്നണിയുടെ പ്രതിഷേധ മാർച്ച്. കിഴക്കമ്പലത്തെ ജനതയെ ബെന്നി ബെഹനാൻ അധിക്ഷേപിച്ചുവെന്നാരോപിച്ചാണ് പ്രതിഷേധം. ബെന്നി ബെഹനാന് വോട്ടില്ലെന്ന് പ്രഖ്യാപിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സജോ ദേവസ്യ വിശദാംശങ്ങളുമായുണ്ട്. സജോ, നേരത്തെ തന്നെ പ്രത്യക്ഷമായി 2020 ഇവർക്കെതിരെ രംഗത്തെത്തിയിരുന്നു. UDFനെതിരെയും ബെന്നി ബെഹനാനെതിരെയും രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ഈ പ്രതിഷേധത്തിൽ വലിയൊരു ജനകീയ കൂട്ടായ്മ കാണാൻ കഴിയുന്നുണ്ടോ? അനുജ, കിഴക്കമ്പലം 2020 മുന്നണി നേരത്തെ തന്നെ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാനെതിരായ നിലപാട് പരസ്യമാക്കിയിരുന്നു. ഈ വിഷയത്തിൽ ബെന്നി ബെഹനാന്റെ വിശദീകരണം ഇക്കാര്യത്തിൽ ഈ പഞ്ചായത്തിന്റെ നിലപാട് തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ നിർണായകമാവില്ല എന്ന തരത്തിലുള്ള നിലപാട് അദ്ദേഹം വിശദീകരിച്ചിരുന്നു. ഇത് അധിക്ഷേപമാണ് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ 2020 കിഴക്കമ്പലത്ത് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നാളുകളായി കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുന്നത് 2020 മുന്നണിയാണ്. ഈ പഞ്ചായത്തിൽ കാര്യമായ വോട്ട് വിഹിതം മുന്നണിക്ക് ഉണ്ട് താനും. അതുകൊണ്ട് ബെന്നി ബെഹനാന് വോട്ടില്ല എന്ന തരത്തിൽ പരസ്യമായ പ്രതിഷേധ പരിപാടിയിലേക്ക് കടക്കുക എന്നൊരു നിലപാടിലേക്ക് 2020 മുന്നണി എത്തിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായ ഒരു വിശദീകരണ യോഗവും പ്രതിഷേധ മാർച്ചുമാണ് കിഴക്കമ്പലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ പഞ്ചായത്തിൽ കാര്യമായ ജനസ്വാധീനം ഈ മുന്നണിക്ക് ഉണ്ട്. അതുകൊണ്ട് പരമാവധി ആളുകളെ തന്നെ രംഗത്തിറക്കി ഈ വിഷയത്തിലെ നിലപാട് കൂടുതൽ കടുപ്പിക്കുക, UDF സ്ഥാനാർത്ഥിക്ക് എതിരായ നീക്കം ശക്തമാക്കുക. നേരത്തെ തന്നെ ബെന്നി ബെഹനാനെതിരായ നിലപാട് ശക്തമായി തന്നെ സ്വീകരിക്കും എന്ന് 2020 പ്രസിഡന്റ് സാബു ജേക്കബ് പരസ്യമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതിനിടെ ഒരു സ്ഥാനാർത്ഥിയെ ജേക്കബ് തോമസിനെ തന്നെ മത്സരിക്കാനുള്ള നീക്കമൊക്കെ ഉണ്ടായിരുന്നു. ഒടുവിൽ അതിൽ നിന്ന് പിന്നോട്ട് പോയ സാഹചര്യവും നാം കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പരസ്യമായ ഒരു സമരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഏതായാലും 2020 പ്രസിഡന്റ് ശ്രീ സാബു ജേക്കബ് നമ്മളോടൊപ്പം ചെയ്യും. ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നത്? ഇവിടെ ചാലക്കുടി മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്ന ബെന്നി ബെഹനാൻ ഈ പഞ്ചായത്തിനെ, ഇവിടുത്തെ ജനങ്ങളെയും അധിക്ഷേപിക്കുന്ന രീതിയിൽ, അപമാനിക്കുന്ന രീതിയിൽ ഒരുപാട് പ്രസ്താവനകൾ നടത്തി. അതിനെതിരെയാണ് ഈ സമരം. കാരണം ഒരു പഞ്ചായത്തിൻ്റെ വോട്ട് കിട്ടിയില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. 2020 ക്രിക്കറ്റ് കളിക്കാരാണ്, ഇവിടെയുള്ള ആളുകളുടെ വോട്ട് അല്ല ഇതിനകത്ത് പാർലമെൻറ്റിൽ 50ഓളം മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിൽ ഒരു പഞ്ചായത്ത് വിചാരിച്ചാൽ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞതിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. നാളുകളായിട്ട് അദ്ദേഹം ഈ പ്രസ്ഥാനത്തിനെതിരായി സ്വീകരിക്കുന്ന നിലപാടുകളുടെ ഭാഗമായിട്ടാണോ നമ്മളുടെ ഇത്തരത്തിലൊരു പരസ്യ പ്രതിഷേധം? അല്ല, ഞങ്ങൾ ഈ തവണയും ഇതുപോലെ തന്നെ കമ്മിറ്റി കൂടിയിട്ട് മനസാക്ഷി വോട്ടിന് വിടാനായിട്ടാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം കയറി ഇങ്ങനെയുള്ളൊരു പ്രസ്താവനകൾ ഇറക്കുകയും ആ പ്രസ്താവനയ്ക്ക് എതിരായിട്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തിരിയുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും കിഴക്കമ്പലത്തെ 2020 വോട്ടുകൾ ഏതായാലും ബെന്നി ബെഹനാന് എതിരായിട്ടായിരിക്കും പോൾ ചെയ്യപ്പെടുക, അല്ലെങ്കിൽ യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ. ഇതിന് പുറത്തും പഞ്ചായത്തിന് പുറത്തേക്കും പ്രചാരണം വ്യാപിപ്പിക്കാനുള്ള നീക്കമുണ്ടോ? ഇല്ല, ഞങ്ങളിപ്പോൾ ഈ പഞ്ചായത്തിനെയാണ് അടച്ചാക്ഷേപിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ പഞ്ചായത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തനം മുഴുവൻ. ഈ പഞ്ചായത്ത് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും? കാരണം കഴിഞ്ഞ തവണ 14,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ ഇന്നസെൻ്റ് ജയിച്ചത്. അപ്പോൾ ഒരു പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർലമെൻറ്റിനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള സംഗതിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് കാണിച്ചു കൊടുക്കുക. അതാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ചർച്ച ചെയ്ത് കമ്മിറ്റി ചേർന്ന് തീരുമാനിക്കുമെന്നാണല്ലോ പറഞ്ഞത്. അപ്പം ഇടത് മുന്നണിക്ക് പിന്തുണ എന്ന നിലപാട് ആ യോഗത്തിലുണ്ടായതാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ്? അല്ല, ഇടത് മുന്നണിക്ക് പിന്തുണ കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങൾ ആദ്യമായിട്ട് കമ്മിറ്റി കൂടി കഴിഞ്ഞപ്പോൾ ഇവിടെ സ്വന്തമായിട്ടുള്ള സ്ഥാനാർത്ഥിയെ നിർത്തുക, മത്സരിപ്പിക്കുക എന്നുള്ളതാണ്. അതനുസരിച്ച് ഞങ്ങൾ ജേക്കബ് തോമസിനുമായിട്ട് ബന്ധപ്പെട്ടു. ജേക്കബ് തോമസ് നിൽക്കാനായിട്ട് തീരുമാനിച്ചതാണ്. അദ്ദേഹം രാജി സമർപ്പിച്ചു. പക്ഷേ നിർഭാഗ്യകരമായിട്ട് അദ്ദേഹത്തിൻ്റെ രാജി അംഗീകരിച്ചില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ പിന്മാറാൻ തീരുമാനിച്ചത്. അപ്പോഴേക്കാണ് ഇദ്ദേഹം കയറി ഇതുപോലെയുള്ള പ്രസ്താവനകൾ ഇറക്കി 2020 ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു രീതിയിൽ പ്രസ്താവനകൾ ഇറക്കി. അത് ഈ ഒരു പ്രദേശത്തെ, കിഴക്കമ്പലം എന്ന് പറയുന്ന പ്രദേശത്തെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്നതാണ് ചെയ്യുന്നത്. അതെന്തായാലും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അല്ലാതെ ഞങ്ങളൊരു മുന്നണിയുടെ കൂടെയോ അല്ലെങ്കിൽ ഒരു മുന്നണിക്ക് അനുകൂലമായിട്ടോ അല്ല. പക്ഷേ ഇതിനെ എതിർക്കുന്ന അല്ലെങ്കിൽ കിഴക്കമ്പലം ഒന്നുമല്ല എന്ന് പറയുന്ന ആളുകളെ വെറുതെ വിടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹം കിഴക്കമ്പലത്തെ വോട്ട് നിർണായകമാവില്ല എന്ന് പറഞ്ഞതാണോ ഈ പ്രകോപനത്തിന്റെ കാരണം? ഒരു പഞ്ചായത്ത് വിചാരിച്ചാൽ പാർലമെന്റ് ഇലക്ഷനിൽ ഒരു ചുക്കും നടക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് അതിനെതിരെയാണ് ഞങ്ങൾ ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത്. അത്തരത്തിലാണ് 2020 മുന്നണിയുടെ പ്രസിഡന്റ് കൂടിയായ സാബു ജേക്കബാണ് നിലപാട് വിശദീകരിച്ചത്. നമുക്കറിയാം, നാളുകളായി തന്നെ, വർഷങ്ങളായി തന്നെ 2020 മുന്നണിയുമായും അതുമായി സഹകരിച്ചു നിൽക്കുന്ന ആളുകളുമായിട്ടൊക്കെ രാഷ്ട്രീയമായ വിയോജിപ്പുകളും തർക്കങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഒരു തുടർച്ച
ചർച്ചയാണ്. നേരത്തെ തന്നെ UDF-നെ എന്തായാലും പിന്തുണയ്ക്കില്ല എന്നൊരു നിലപാട് പരസ്യമായി തന്നെ 2020 സ്വീകരിച്ചിരുന്നു. അത് ബെന്നി ബെഹനാൻ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടിയാണ് അത്തരം ഒരു നിലപാടിലേക്ക് 2020 എത്തിയത്. പഞ്ചായത്തിനെ അധിക്ഷേപിച്ചു ചാലക്കുടിയിലെ UDF സ്ഥാനാർത്ഥിയായ ബെന്നി ബെഹനാൻ എന്നതിലെ പ്രതിഷേധമാണ് കിഴക്കമ്പലത്ത് 2020 നേതൃത്വത്തിൽ കാണാൻ കഴിയുന്നത്.